ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 132. ലുത്തിനിയായെക്കുറിച്ച് നമ്മുടെ ധ്യാനം 45. മരിയൻ ജപമാലയിലെ ലുത്തിനിയായിലെ 42ാമത്തത് മാലാഖമാരുടെ രാജ്ഞി. രാജ്ഞി എന്നുള്ള ആ വാഴ്ത്തുമടികൾ ആരംഭിക്കുകയാണ്. മാലാഖമാരുടെ രാജ്ഞി. ഹെബ്രായ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തില് വളരെ ശക്തമായിട്ട് ലേഖനകർത്താവ് എന്താ പറയുന്നത്? പുത്രൻ യേശു മാലാഖമാരുടെ പോലും ആരാധന സ്വീകരിക്കാൻ ദൈവം തന്നെയായ ആളാണ്. ദൈവം തന്നെയായ ആള് പുത്രൻ തമ്പുരാനെ 2 പ്രാവശ്യം 1-ാമത്തെ അധ്യായം ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 2 പ്രാവശ്യം പുത്രൻ തമ്പുരാനെ ദൈവപിതാവ് ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയോളൂ. ഹെബ്രായ ലേഖനത്തില് 1-ാമത്തെ അധ്യായത്തിൽ 2 പ്രാവശ്യം ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. ദൈവമേ. അങ്ങനെയുള്ള പുത്രൻ തമ്പുരാൻ, ദൈവമായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ, യഹോവ സാക്ഷികളെ ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം വായിക്കണേ. ദൈവമേ എന്ന് ഈശോയെ 2 പ്രാവശ്യം ദൈവപിതാവ് വിളിക്കുന്നുണ്ട്. ദൈവമേ എന്ന്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഈശോ ദൈവമല്ലെന്നും പറഞ്ഞ് നടക്കണേ. അങ്ങനെ ദൈവമായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ സകല മാലാഖമാർക്കും മേലെയാണ്. ഈ ദൈവമായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ അവന്റെ അമ്മയാണ് മറിയം. ഈ അമ്മയായ മറിയത്തെ രാജ്ഞി എന്ന് വിളിക്കാൻ, മാലാഖമാരുടെ രാജ്ഞി, അതായത് പുത്രൻ തമ്പുരാന്റെ അമ്മയായിരിക്കുന്ന മറിയം മാലാഖമയുടെ രാജ്ഞി അന്ന് അതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാലാഖമയുടെ രാജ്ഞി, ക്വീൻ ഓഫ് ഏഞ്ചൽസ്. ലത്തീനിൽ റിജീന അഞ്ചലോരും, അഞ്ചലോരും. നമുക്കൊരു സംഭവം നോക്കാം പഴയ നിയമത്തില്. 1 രാജാക്കന്മാര് 2, 19-20. ശലോമോൻ രാജാവ് എഴുന്നേറ്റ് തന്റെ അമ്മയെ അഭിവാദനം ചെയ്തു. രാജമാതാവിന് ഇരിക്കാനുള്ള സിംഹാസനം സജ്ജമാക്കി. അവൾ അവന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ഞാൻ നിന്നോടൊരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു, നീ എന്റെ പക്ഷെ തള്ളിക്കളയരുത്. അവള് പറഞ്ഞു, എന്റെ അമ്മയെ പറഞ്ഞാലും ഞാൻ അമ്മയുടെ ആവശ്യം തള്ളിക്കളയുകയില്ല. ഇതാണ് ആ വചനം. പഴയ നിയമത്തിൽ ഈ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ബത്ശബ എന്ന് പറയുന്ന ശലോമോന്റെ അമ്മ പറഞ്ഞ കാര്യം ശലോമോൻ രാജാവ് നിറവേറ്റി കൊടുക്കുന്നില്ല. കാരണം അമ്മയ്ക്ക് അറിയുന്നതിനേക്കാൾ, ബത്ശബയ്ക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, രാജ്യത്തിന്റെ കാര്യങ്ങൾ ശലോമോൻ അറിയാം. അപ്പൊ അമ്മ പറഞ്ഞ കാര്യം അത്ര ശരിയല്ല, അതുകൊണ്ടാണ് ചെയ്തു കൊടുക്കാതിരുന്നത്. അതായത് അമ്മയുടെ അപേക്ഷയിൽ ഉൾച്ചറിഞ്ഞ ചതി അമ്മയ്ക്ക് മനസ്സിലായില്ല. മകൻ രാജാവാണ്, മകനെ തിരിച്ചറിഞ്ഞു. പക്ഷെ ഈ സംഭവത്തിൽ മറ്റൊരു കാര്യം ഉണ്ട്. ദാവീദിന്റെ കൊട്ടാരത്തിൽ അമ്മ മഹാറാണിക്ക് ചില വിശേഷപ്പെട്ട അധികാരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചനയാണിത്. അതായത് ബത്ശബ രാജകൊട്ടാരത്തിലേക്ക് കടക്കുമ്പോൾ ശലോമോൻ രാജാവ് എഴുന്നേറ്റ് രാജമാതാവിനെ അഭിവാദനം ചെയ്തു. രാജമാതാവിന് ഇരിക്കാനുള്ള സിംഹാസനം ചക്രവർത്തി ഒരുക്കി. ഈ രാജാവിരിക്കുന്ന സിംഹാസനം തൊട്ട് വലത്ത് വശത്ത് രാജമാതാവിന് ഇരിക്കാനുള്ള കസേരയൊരുക്കി. ഇതാ രംഗമാണ്. ഈ രാജമാതാവ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, രാജമാതാവ്, ക്വീൻ മദർ എന്നാണ്. ദ ക്വീൻ മദർ. ഹെബ്രായ ഭാഷയിലെ ഗവീറ എന്നാണ്. ഗവീറ, അമ്മ മഹാറാണി എന്നാണ് അതിന്റെ തർജ്ജമ. അല്ലെങ്കിൽ രാജമാതാവ്, അല്ലെങ്കിൽ അമ്മ മഹാറാണി. ഗ്രേറ്റ് ലേഡി എന്ന്, മഹതി എന്ന് തർജ്ജമ ചെയ്യാം. ഇസ്രായേലിലെ രാജഭാഷക്കാലത്ത് രാജ്ഞിയെ സൂചിപ്പിക്കുന്ന പദമാണിത്. ഈ ഫസ്റ്റ് ലേഡി, പ്രഥമ വനിത എന്ന് പറഞ്ഞാൽ ഈ സോളമന്റെ രാജ്യത്തില് അത് രാജാവിന്റെ പത്നിയല്ല, രാജാവിന്റെ ഭാര്യയല്ല, രാജാവിന്റെ അമ്മയാണ്. ഫസ്റ്റ് ലേഡി, പ്രഥമ വനിത എന്ന് പറഞ്ഞാൽ ഇസ്രായേലില് രാജമാതാവാണ്. രാജമാത, അമ്മ മഹാറാണി, ദ ക്വീൻ മദർ. നമ്മൾ ഈ ബാഹുബലി സിനിമയ്ക്കകത്ത് അതിന്റെ ഒരു നേള കിടപ്പുണ്ട്. ഈ ശലോമോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യം വിഭജിക്കപ്പെട്ടു. വടക്ക് ഇസ്രായേലും തെക്ക് യഹൂദായും. ഇസ്രായേലില് ഈ രാജമാതാവ് എന്നുള്ള ആ സങ്കല്പം കണ്ടിന്യൂ ചെയ്തില്ല. എന്നാൽ യഹൂദ രാജ്യത്ത്, തെക്കുള്ള യഹൂദ രാജ്യത്ത് ഈ അമ്മ മഹാറാണി അതിന് ആ സ്ഥാനം പിന്നിൽ തുടർന്നു. അതുകൊണ്ട് യഹൂദ രാജ്യത്ത് ഏത് രാജാവ് പൊതുവായിട്ട് ചാർജ് എടുക്കുമ്പോഴും അവന്റെ അമ്മയുടെ പേര് ഇന്നതായിരുന്നെന്ന് കാണാം. ഓരോ പുതിയ രാജാവ് യഹൂദ രാജ്യത്ത്, ഇസ്രായേലല്ല, വടക്ക് ഇസ്രായേലല്ല, യഹൂദ രാജ്യത്ത് ഓരോ രാജാവ് ഭരണമേൽക്കുമ്പോഴും അവന്റെ അമ്മയുടെ പേര് 1 രാജാക്കന്മാർ 14-21, 15-2, 15-10, 22-42, 2 രാജ 8-26, 21-1, ഇവിടെയൊക്കെ നമുക്കത് കാണാം. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ അമ്മയാണ് ദേശരാഷ്ട്രത്തിന്റെ രാജമാതാവ്. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ അമ്മ, പത്നിയല്ല, ഭാര്യയല്ല, ദേശരാഷ്ട്രത്തിന്റെ രാജമാതാവാണ് രാജാവിന്റെ അമ്മ.
ദാവീദിന്റെ കൊട്ടാരത്തിൽ അമ്മ മഹാറാണിക്ക് വിശേഷപ്പെട്ട അധികാരങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രഥമ വനിത എന്ന നിലയിൽ അമ്മ മഹാറാണി കിരീടം വെച്ചു. യിരെമ്യാ 13:18. ആഭരണ വിഭൂഷിതയായി. സങ്കീർത്തനം 45:9. രാജാവിന്റെ വലത്ത് വശത്തുള്ള ഔദ്യോഗിക സിംഹാസനത്തിൽ ഉപവിഷ്ടയായി. 1 രാജാക്കന്മാർ 2:19. രാജാവ് മഹാറാണിയുടെ മുമ്പിൽ നമസ്കരിച്ചു. 1 രാജാക്കന്മാർ 2:19. രാജാവിന്റെ ഏറ്റവും വിശ്വസ്തയായ ഉപദേശകൻ എന്ന നിലയിൽ സുഭാഷിതം 31:1-9 അമ്മ മഹാറാണിക്ക് ശക്തമായ മാധ്യസ്ഥ ശക്തിയും ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. ദാവീദിന്റെ വംശമുറയിൽപ്പെട്ട യഹൂദ ഗോത്രത്തിലെ രാജകീയ മിശികയാണ് നസറത്തിൽ യേശു. മത്തായി 1:16. വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദ ലയൺ ഓഫ് ജൂഡ, യഹൂദായിലെ സിംഹം. അത് യേശുക്രിസ്തുവാണ്. അവൻ കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാടാണെങ്കിലും അവൻ യഹൂദായിലെ സിംഹമാണ്, യഹൂദ ഗോത്രത്തിലെ. ആ യഹൂദ ഗോത്ര, ഞാൻ പറഞ്ഞല്ലോ, യഹൂദ രാജ്യത്ത് മാത്രമാണ് ഈ അമ്മ മഹാറാണി അല്ലെങ്കിൽ രാജമാത. ആ രാജമാത എന്നുള്ള ആ ഗബീർ എന്ന് പറഞ്ഞ ഹീബ്രു പറയുന്ന സ്ഥാനം, അതിന്റെ ആ സ്ഥാനത്തിന്റെ മഹിമയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവുമായ ഈശോ മിശിഹ, വെളിപാട് 19:16, ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഉപവിഷ്ടനായി. മർക്കോസ് 16:19. അങ്ങനെ ഈ ലോകത്തെ ഭരിക്കുമ്പോൾ അവന്റെ സിംഹാസനത്തിന്റെ തൊട്ട് വലത്തെ ഭാഗത്ത് അവന്റെ അമ്മയായ മറിയം, രാജമാതാവ്, അതായത് ദൈവരാജ്യത്തിലെ രാജമാതാവ്. രാജാവിന്റെ അമ്മയാണ് ദേശരാഷ്ട്രത്തിലെ രാജമാതാവ്. ഈ ദേശരാഷ്ട്രം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിൽ രാജാക്കന്മാരുടെ രാജാവാണ് ഈശോ എങ്കിൽ രാജമാതാവാണ് മറിയം. രാജാവിന് സിംഹാസനത്തിന്റെ വലത്തുവശത്തിരിക്കുന്നത്, ദൈവപിതാവിന് വലത്തുവശത്തിരിക്കുന്ന രാജാവ്, രാജാധിരാജൻ, അവന്റെ വലത്തുവശത്തിരിക്കുന്നത് രാജമാതാവ് മറിയം. അതിനാൽ ഈ 3 ലോകങ്ങളെയും, സ്വർഗം, ഭൂമി, പാതാളം, 3 ലോകങ്ങളെയും എന്ന് വെച്ചാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകല മാലാഖമാരെയും അവരുടെയും രാജ്ഞിയാണ് മറിയം. ഒരു തെളിവ് കൂടി പറയാം. എന്റെ കർത്താവിന്റെ അമ്മ എന്നാണല്ലോ എലിസബത്ത് മറിയത്തെ വിളിക്കുന്നത്. 1:43 ലൂക്കാസ്. അവിടെ ആ തിരുവചനത്തില് മറിയത്തിന്റെ ദൈവമാതൃത്വം മാത്രമല്ല അവിടെ ഉൾച്ചേർത്തത്, ദാവീദ് വംശത്തിലെ രാജമാത എന്ന രഹസ്യവുമാണ്. അതിന് കാരണമുണ്ട്. എന്റെ കർത്താവ് നാം ഭാഷപ്പെടുന്ന ഹെബ്രായ പദമാണ് അദോനി. അദോനി എന്ന വാക്കിന് എന്റെ പ്രഭു, എന്റെ യജമാനൻ എന്നും അർത്ഥമുണ്ട്. അങ്ങനെയൊക്കെ വിളിച്ചിരുന്നത് രാജാവിനെയാണ്. 2 ശമൂവേല് 24-21, 1 രാജാക്കന്മാര് 1:37, 3:17. അദോണി എന്ന് പറഞ്ഞാൽ എന്റെ പ്രഭു, എന്റെ യജമാനൻ, എന്റെ രാജാവ് എന്നർത്ഥമുണ്ട്. നസ്രത്തിലെ യേശുവിന്റെ സ്വർഗരാജ്യത്തിലെ അമ്മ മഹാറാണിയാണ് മറിയമെന്ന് സ്ഥിരീകരിക്കുകയാണ് 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമണിഞ്ഞ മറിയം. അവൾ അങ്ങനെ പ്രത്യക്ഷപ്പെടുക. 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമണിഞ്ഞിട്ടാണ് മറിയം പ്രത്യക്ഷപ്പെടുക. വെളിപാട് 12:1. വെളിപാട് ഗ്രന്ഥത്തിൽ ഈ സ്ത്രീ ദൈവജനമാണ്, ഇസ്രായേലാണ് എന്നൊക്കെ വ്യാഖ്യാനമുണ്ട്. പക്ഷെ മറിയത്തെ മാറ്റി നിർത്തിയൊരു വ്യാഖ്യാനം ശരിയാകുമോ? ആ 12ാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ അവൾ ഗർഭിണിയായിരുന്നു, അവൾ പ്രസവിച്ച കുഞ്ഞാണ് രക്ഷകൻ. അതൊക്കെ മറിയത്തെക്കുറിച്ചല്ലേ? അപ്പൊ പറയും എന്തുകൊണ്ടാ സ്ത്രീ എന്ന് പറഞ്ഞേ? യോഹനാൻ മറിയത്തെക്കുറിച്ച് എഴുതുമ്പോൾ എപ്പോഴും സ്ത്രീ തന്നെ പറയണേ. കാനായിൽ സ്ത്രീ എന്നാണ് യേശു മറിയത്തെ വിളിച്ചത്. കുരിശിന് താഴെ മറിയത്തെ സ്ത്രീ എന്നാണ് വിളിച്ചത്. അതിന് ദൈവശാസ്ത്രമായ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം യോഹന്നാന്റെ സാഹിത്യത്തിലുള്ളതാണ്. അവിടെയും സ്ത്രീ എന്ന് തന്നെയാണ്. ഈശോ തന്റെ അമ്മയെ വിളിച്ചത് സ്ത്രീ എന്നാണ്. കാനായിലും കുരിശിന് താഴെയും വെളിപാട് പുസ്തകത്തിലും. ചുരുക്കത്തില് ശരിക്കും മിശിഹായെ പ്രസവിച്ച സ്ത്രീയായ മറിയം, അവള് 12 കിരീടങ്ങൾ വെച്ചുള്ള അങ്ങനെയാണ് അവൾ പ്രത്യക്ഷപ്പെടുന്നത്. രാജമാത അമ്മ മഹാറാണി. അവളുടെ മകനാണ് ജനതകളെ ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കുന്ന രാജാവ്. വെളിപാട് 12:5, സങ്കീർത്തനം 2:9. അവന്റെ അമ്മയായ മറിയം രാജമാതാവ്, ദേശരാഷ്ട്രത്തിലെ രാജമാതാവ്, ദൈവരാജ്യത്തിലെ രാജമാതാവ്, അമ്മ മഹാറാണി. അവൾക്ക് യേശുവിന്റെ അടുക്കൽ വലിയ മധ്യസ്ഥ ശക്തിയുണ്ട്. ഈ രാജാധിരാജനും കർത്താധികർത്താവുമായ യേശു, ഞാൻ പറഞ്ഞില്ല, 3 ലോകങ്ങളിൽ, സ്വർഗ്ഗലോകം, ഭൂലോകം, പാതാളം, മരിച്ചവരുടെ താവളം, ഈ 3 ലോകങ്ങളിലും രാജാവാണ്. സ്വർഗ്ഗലോകത്തിൽ തന്നെ മാലാഖമാർ 9 ഗണങ്ങളെ തിരിച്ചിട്ടുണ്ട്. കോടാനുകോടി മാലാഖമാരെ തിരിച്ചിട്ടുണ്ട്. ആ മാലാഖമാരെല്ലാം
പുത്രൻ തമ്പുരാനെ വണങ്ങണമെന്ന് ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം പറയുന്നു. അങ്ങനെ വണങ്ങുമ്പോൾ പുത്രൻ തമ്പുരാൻ വണങ്ങുന്നത് ആരെയാണ്? തന്റെ അമ്മയെ, രാജമാതാവിനെ. 1 രാജാക്കന്മാരെ നമ്മൾ കണ്ടതാണ്, നേരത്തെ ടെക്സ്റ്റ് കണ്ടതാ. രാജാവ് നമസ്കരിക്കുന്നത് രാജമാതാവിന്റെ മുമ്പിൽ, സകല മാലാഖമാരും നമസ്കരിക്കുന്നത് ഈശോയെ. ഈ നമസ്കാരം, ഈ പുത്രൻ തമ്പുരാൻ മറിയത്തെ നമസ്കരിക്കുന്നത് ആരാധനയൊന്നുമല്ല. ബൈബിളിൽ ആരാധന എന്ന് പറയുന്നത് ബലി മാത്രമാണ്. അല്ലാതെ കുമ്പിടലും നമസ്കരിക്കലൊന്നുമല്ല ആരാധന. അത് പ്രോട്ടസ്റ്റന്റുകാർക്ക് ബലിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, പെന്തക്കോസ്തക്കാർക്കും യഹോവ സാക്ഷികൾക്കും ബലി ഇല്ലാത്തത് കൊണ്ട് അവർക്കെല്ലാം നമസ്കാരവും ആരാധനയാണ്. കത്തോലിക്കർക്ക് അങ്ങനെയല്ല. കത്തോലിക്കർക്ക് ബലി മാത്രമാണ് ആരാധന. നമസ്കരിക്കലും കുമ്പിടലൊന്നും ആരാധനയല്ല. അതൊരു വണക്കമാണ്, ആദരവാണ്, ആരാധനയല്ല. ആരാധന ബലി മാത്രമാണ്. അത് മറിയത്തിന് ആരെങ്കിലും ബലിയർപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിശുദ്ധന്മാർക്ക് ബലിയർപ്പിക്കുന്നുണ്ടോ? അവരെ വണങ്ങുന്നു, ആദരിക്കുന്നു. അത് പുത്രൻ തമ്പുരാൻ പോലും ആദരിക്കുന്നത് കൊണ്ടാണ്, ദൈവപിതാവ് ആദരിക്കുന്നതുകൊണ്ടാണ്, രാജമാത അമ്മ മഹാറാണി എന്ന സ്ഥാനം കൊടുത്ത് കിരീടം വെച്ച് അലങ്കരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനാൽ ഈ ഒക്ടോബർ മാസത്തിൽ തിരുവചന ജപമാല ചൊല്ലാനും, തിരുവചന ജപമാല പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിച്ച് മറിയത്തിൽ നിന്നും കത്തോലിക്ക സഭയിൽ വിട്ടുപോയ സകലരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിന്റെ ഭാഗമായി പങ്കുചേർന്ന് അങ്ങനെ മറിയത്തെ ശരിക്കും സ്നേഹിക്കുന്ന, ഭക്തി മാത്രമല്ല മറിയത്തുള്ള കൂറും സ്നേഹവും പ്രകടിപ്പിക്കുന്ന നല്ല മരിയ മക്കളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. മറിയ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 41. ദൈവത്തിന്റെ കുശമ്പ് എന്ന് നമുക്ക് ഇതിനൊരു തമ്പുനയിൽ കൊടുക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 1-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം ഞാൻ ഏതാണ്ട് അവസാനിപ്പിച്ചു. ആ 1-ാമത്തെ വചനത്തിന്റെ പകുതി മുതൽ അവൻ, അതായത് സർപ്പം, സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിൽ ഒരു വൃക്ഷത്തിനെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കരുത്, തൊടുക പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മത്തിന്മകൾ അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ഇത്രയും വചനങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് ഇന്ന് കേൾക്കാം. ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് സാത്താൻ ചോദിക്കുന്നത്. അതായത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നവനാണ് ദൈവം എന്നൊരു ദുസ്സൂചനയാണ് പിശാച്, ഈ സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന സാത്താൻ സ്ത്രീയുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മുടെ മുമ്പിൽ അങ്ങനെയാണ്. ദൈവം നമുക്ക് തടസ്സം നിൽക്കുന്നവനാണെന്നൊരു മട്ടാണ്. ഇതാണ് പിശാചിന്റെ പ്രലോഭനങ്ങളിലെ മുഖ്യം. സകല സൗഭാഗ്യങ്ങളുടെയും തോട്ടത്തിൽ ദൈവം അനുവദിച്ച് തന്നതൊന്നും പോരാ എന്നും, ദൈവം ഇപ്പോൾ തന്നതിനേക്കാൾ കൂടുതലാണ് തരേണ്ടിയിരുന്നതെന്നും സാത്താൻ സൂചിപ്പിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 215-ലും അങ്ങനെ ഒരു ധാരണ, ഒരു സംഗതി ഉണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഈ ലോകത്തിലേക്ക്? ഇല്ല. നമ്മുടെ ജീവൻ അതൊരു ദാനം, നമ്മുടെ ആരോഗ്യം ദാനം. നമ്മൾ ഇത്ര കൊല്ലം ജീവിക്കുമെന്ന് നമുക്ക് ആരെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? ഇല്ല. എന്നാലും നമ്മൾ വിചാരിക്കും എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ അർഹതയുണ്ട്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും സൗഭാഗ്യമുണ്ടെന്ന് കരുതുക. ആരോഗ്യമോ ബുദ്ധിയോ ബോധമോ പണമോ വസ്തുവോ എന്തെങ്കിലും ഇത് നമ്മൾ കൊണ്ടുവന്നതാണോ? പിന്നെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ അർഹതയുണ്ട് എന്ന് വിചാരിക്കുന്നത്? ദാനമായിട്ടല്ലാതെ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടുന്ന ഓരോ നിമിഷം പോലും ബോണസാണ്, നമുക്ക് അർഹതയുള്ളതല്ല. പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കും ഇതിനേക്കാൾ അർഹത എനിക്കുണ്ട്, ഇതിനേക്കാൾ അർഹത എനിക്കുണ്ട്. നമ്മൾ 5 കൊല്ലം ജീവിക്കുമെന്നോ 10 കൊല്ലം ജീവിക്കുമെന്നോ 25 കൊല്ലം ജീവിക്കുമെന്നോ 60 കൊല്ലം ജീവിക്കുമെന്നോ 100 കൊല്ലം ജീവിക്കുമെന്നോ ആരെങ്കിലും നമുക്ക് ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കിട്ടുന്നതെല്ലാം ദാനമല്ലേ? അപ്പൊ എല്ലാം ദാനമായിരിക്കെ എന്നിട്ടും ഈ സാത്താൻ നമ്മളോട് പറയാണ്, ഈ തോട്ടങ്ങൾ, ഈ ആനന്ദങ്ങളുടെ തോട്ടമാണ് ഈ പറുദീസ. അപ്പൊ അവിടെ എല്ലാ സൗഭാഗ്യം ഉണ്ടായിട്ടും പോരാ 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 എന്നുള്ള തോന്നലിടുകയാണ്. ഇതാണ് സാത്താന്റെ പണി. നമുക്ക് മാന്യമായി ജീവിക്കാൻ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷമില്ല. കാരണം എന്താ?
എന്റെ വീട്ടിലെ ടി വിയേക്കാളും ഒരല്പം വലുപ്പം കൂടുതലാണ് അന്യന്റെ വീട്ടിലെ, അയൽപ്പക്കത്തെ വീട്ടിലെ അവന്റെ ടി വി. അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്റെ വീട്ടിലെ ടി വിയേക്കാളും വലുതാണ് അയൽക്കാരന്റെ വീട്ടിലെ ടി വി എന്നുള്ളത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. നമ്മുടേത് കുറവായത് കൊണ്ടല്ല, അവന് ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട്. ഇത് പിശാചിന്റെ ഒരു തട്ടിപ്പാണ്. ഇതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രലോഭനത്തിന്റെ അടിസ്ഥാനപരമായ സംഗതി. ദൈവം ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് എനിക്ക് തരണമായിരുന്നു. ദൈവം പിടിച്ചു വെച്ചിരിക്കുകയാണ്, അനുഗ്രഹങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ദുസൂചനയാണ് സാത്താൻ ഇടുന്നത്. ദൈവത്തിന്റെ സൗമനസ്യത്തെയും മഹാമനസ്കതയെയും സംശയിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സാത്താന്റെ മുനവച്ച സംസാരം. പിന്നീട് ഒരു താലന്ത് കിട്ടിയവനും ഇത്തരത്തിലാണ് ദൈവത്തെ ചിത്രീകരിച്ചത്. ഇല്ലേ? നീ ദുഷ്ടനും വിതറാതിരുന്ന് ശേഖരിക്കുന്നവനും വിതയ്ക്കാത്തുനിന്ന് കൊയ്യുന്നവനുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു താലന്ത് 34 കിലോഗ്രാം സ്വർണം കിട്ടിയവനാ പറയണേ. 34 കിലോഗ്രാം സ്വർണം, അതാണ് ഒരു താലന്ത്. അത് കിട്ടിയിട്ടും പോരാ, നീ ദുഷ്ടനാണ്, നീ ക്രൂരനാണ്, നീ വിതയ്ക്കാത്തിരുന്ന് കൊയ്യുന്നു, വിതറത്തിന് ശേഖരിക്കുന്നു, അതുകൊണ്ട് 34 കിലോഗ്രാം സ്വർണം ഞാൻ കുഴിച്ചിട്ടു. വ്യാപാരം ചെയ്തില്ല, കച്ചവടം ചെയ്തില്ല, വർദ്ധിപ്പിച്ചില്ല. നീ ശരിയല്ല. ഒരു താലന്ത് കിട്ടിയവൻ പറഞ്ഞത് തന്നെയാണ്, ദൈവം ശരിയല്ല. ഇപ്പൊ നമ്മുടെ നിരീശ്വരന്മാരും യുക്തിവാദികളൊക്കെ എന്താ പറയണേ? ദൈവം ശരിയല്ല. ചില വിശ്വാസികൾ ഇത് കരുതുന്ന ചിലര്, ഭക്തരും കരുതുന്നവര് ചിലപ്പോൾ പാപം ചെയ്യും. ഇപ്പം ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടു. എല്ലാ ഭക്തരും കള്ളന്മാരാണോ? അപ്പോ ഭക്തരെന്ന് പറയുന്നവരെല്ലാം കള്ളന്മാരാണ് എന്നൊരു നിഗമനത്തിൽ യുക്തിവാദികൾ എത്തിയിരിക്കുന്നു. എന്തൊരു അയുക്തിയാണത്! എന്നിട്ട് അവരെ പുകഴ്ത്താനായിട്ട് ആളുകള് ഭക്തന്മാരെന്ന് പറയുന്നവരെല്ലാവരും കള്ളന്മാരാണ്. ആണോ? അല്ല. അപ്പോ ഈ ദൈവവിശ്വാസം ഉള്ളവര് ആരെങ്കിലും ഒരാൾ പാപം ചെയ്താൽ സകല വിശ്വാസികളെയും താറടിക്കുകയാണ്. അത് ഈ ദൈവം ശരിയല്ല, ദൈവവിശ്വാസികളും ശരിയല്ല എന്ന് പ്രചരിപ്പിക്കുന്ന സാത്താന്റെ തന്ത്രമാണിത്. അത് കേൾക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. കിട്ടിയത് പോരാ, ദൈവം തന്നത് പോരാ, എനിക്കിതിനേക്കാൾ കൂടുതൽ കിട്ടാൻ അർഹതയുണ്ട് എന്നൊക്കെ സാത്താൻ നമ്മിൽ സംശയത്തിന്റെ കനല് കോരിയിടുന്നു. അത് വിച്ഛേദിക്കാൻ നമ്മൾ ആദാമും ഹവ്വയും ചെയ്തതുപോലെ അത് വിച്ഛേദിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ഏതെങ്കിലും വൃക്ഷത്തിന്റെ പഴം തിന്നരുതെന്ന്, ഭക്ഷിക്കരുതെന്ന് ആ വാക്കിന് മനപാഠമാക്കുക, ആവർത്തനത്തിലൂടെ ജ്ഞാനമാർജിക്കുക, ജ്ഞാനത്തിന്റെ ഫലം ഭുജിക്കുക എന്നിങ്ങനെ അർത്ഥമുണ്ട്. സുഭാഷിതം 9:5, പ്രഭാഷണം 24-26. അറിവിന്റെ വൃക്ഷം എന്നത് ജീവന കലയുടെയും സമ്പത്തിന്റെയും പ്രതീകമാണെന്നും അതീത ജ്ഞാനം ആർജിക്കുന്നതിലൂടെ സുപ്പീരിയർ നോളജ് അത് കൈവശപ്പെടുത്താമെന്നും സാത്താൻ പ്രലോഭിപ്പിക്കുകയാണ്. നമ്മൾ അദ്വൈത വേദാന്തം പറയില്ലേ, അവിദ്യയെക്കുറിച്ച് അവിടെ സൂചനയുണ്ട്. അജ്ഞതയാണത്, അജ്ഞത. വസ്തുക്കളെയും വസ്തുതകളെയും നേരാവണ്ണം വിവേചിച്ചറിയാനുള്ള കഴിവില്ലായ്മ, അതാണ് അജ്ഞത. ഉണ്മയുടെ സത്ത അഥവാ സത്യം കണ്ടെത്താൻ മനുഷ്യന് കഴിവില്ല. അതായത് പരലോകവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇഹലോകം യാഥാർത്ഥ്യമല്ല, ഇത് മായയാണ്. ഈ തത്വത്തിൽ ഒരു മായ എന്ന സങ്കല്പത്തിന് വ്യത്യസ്തമല്ല ഈ അവിദ്യ. കാണുന്നതെല്ലാം മായയാണ്, യാഥാർത്ഥ്യമല്ല. ഈ സുപ്പീരിയർ വിദ്യ സ്വായത്തമാക്കിയാലോ അവിദ്യയെ മറികടക്കാം, മോക്ഷം പ്രാപിക്കാം. ഈ വിദ്യ സമ്പാദിക്കാൻ സവർണർക്ക് മാത്രമേ സാധിക്കൂ, അത് ബ്രാഹ്മണന്മാർക്ക് മാത്രം. അതുകൊണ്ട് സംസ്കൃതം പഠിക്കാൻ അവർണർക്ക് അനുവാദമില്ല എന്ന് കരുതപ്പെട്ടു. ഇതാണ് സനാതനധർമ്മത്തിന്റെ ഒരു രീതി. ഈ സനാതനധർമ്മം നടപ്പാക്കാനാണ് ഒരു കൂട്ടര് നമ്മുടെ നാട്ടില് 100 വർഷം മുമ്പ് സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. ബൈബിളിലെ സാത്താന്റെ പ്രലോഭനത്തിന് വലിയ വ്യത്യാസമില്ല ഈ അവിദ്യ എന്ന് പറയുന്ന അദ്വൈത വേദാന്തത്തിലെ തത്വശാസ്ത്രത്തിന്. വിദ്യ അഥവാ അതീത വിജ്ഞാനം സ്വന്തമാക്കിയാൽ നന്മയും തിന്മയും തങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാമെന്നും നിയമങ്ങളില്ലാത്ത സ്വയംഭരണം കൈവരുമെന്നും തങ്ങളുടെ ഭാവിയും ഭാഗധേയവും നിശ്ചയിക്കാൻ ദൈവത്തിന്റെ ആവശ്യമില്ലെന്നും ആത്മസാക്ഷാത്കാരത്തിലൂടെ സ്വർഗം കരസ്ഥമാക്കാമെന്നും ഈ അദ്വൈത വേദാന്തത്തിന്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്നു. ഈ അതീത വിജ്ഞാനം സ്വന്തമാക്കിയാൽ മനുഷ്യൻ സ്വയം പര്യാപ്തനാകും. ഇഹലോകത്ത് തന്നെ സമത്വസുന്ദരമായ രാജ്യം നിർമ്മിക്കാം. മരണാന്തര ജീവിതം എന്ന സങ്കല്പം തന്നെ ആവശ്യമില്ല. ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്ന കമ്മ്യൂണിസം. നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് തന്നെ കഴിയും. അതിന് ദൈവവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, വിശ്വാസം വേണ്ട. ഇതാണ് പ്രലോഭനം. അതായത് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന നോ ദൈസെൽഫ്, സോക്രട്ടീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അതാണോ ശരിക്കുള്ള അറിവ്? നമുക്ക് നമ്മെ തന്നെ അറിയാൻ പറ്റുമോ? പുറമെന്നുള്ളൊരു വെളിച്ചമില്ലാതെ നമുക്ക് നമ്മെ തന്നെ അറിയാൻ പറ്റുമോ? ദൈവത്തിന്റെ ഈ ബോധോദയം, ദൈവത്തിനുള്ള ബോധോദയം ഇല്ലാതെ നമുക്ക് നമ്മെ തന്നെ അറിയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അതൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ കേൾക്കുമ്പോൾ ഗംഭീരമാണല്ലോ എന്ന് തോന്നും ചെയ്യും. അതാണ് പിശാചിന്റെ തട്ടിപ്പ്. അതീത വിജ്ഞാനത്തിലേക്ക് കവാടം തുറന്നിട്ടുവെങ്കിലും അതിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചത് സമ്പത്തും സുഖവും നമ്മിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണെന്നാണ് സാത്താന്റെ പക്ഷം. ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് മനുഷ്യന്റെ മനസ്സിൽ കോരിയിട്ട പ്രലോഭനം. മീക്ക 6:7, ഇയ്യോബിന്റെ പുസ്തകം 10:13 ഇത് കാണാം. ഇന്ന് നമ്മൾ നേരിടുന്നതും ഇതേ പ്രലോഭനങ്ങളെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നല്ലതാണെങ്കിലും അവ നമ്മെ സ്വയം പര്യാപ്തരാക്കുമെന്ന ചിന്ത വെറും മിഥ്യയാണ്, വ്യാമോഹമാണ്. പുതിയ വിദ്യകൾ പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു. അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഈ സാത്താനെ വിശ്വസിക്കുമ്പോൾ. ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവത്തിൽ വിലക്കിയിട്ടുണ്ടോ? സ്ത്രീ പറഞ്ഞു, അങ്ങനെ വിലക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ വിലക്കിയിട്ടില്ല. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളും കഴിക്കാം, ഫലം കഴിക്കാം. പക്ഷേ തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നുകയോ തൊടുക പോലുമോ അരുത്, തൊടുക പോലുമോ അരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവം. വിലക്കപ്പെട്ട കനി തൊടാൻ പാടില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉൽപ്പത്തി 2:17 വായിച്ചു നോക്കിയേ. സ്ത്രീയുടെ, ഹവ്വയുടെ വിചിത്രമായ കൂട്ടിച്ചേർക്കലാണ് തൊടുക പോലും അരുത്. ദൈവം അനാവശ്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുവെന്ന സാത്താന്റെ അഭിപ്രായത്തിൽ തട്ടി സ്ത്രീ വഴുതി വീഴാൻ തുടങ്ങുകയാണ്. ഇല്ലേ? സത്യത്തെ പതുക്കെ എന്ന് ട്വിസ്റ്റ് ചെയ്യാണ്. ദൈവം തൊടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. കഴിക്കാൻ പാടില്ലെന്നാ പറഞ്ഞത്, തൊടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ തൊടുക പോലുമോ അരുതെന്ന് സ്ത്രീ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ദൈവം അനാവശ്യമായി നമ്മുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുവെന്ന സാത്താന്റെ അഭിപ്രായം അത് സ്ത്രീ സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ സത്യത്തെ പതുക്കെ പതുക്കെ ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. വചനം, തിരുവചനത്തെ ട്വിസ്റ്റ് ചെയ്യുക പാപത്തിന്റെ ആരംഭമാണ്. തൊടുക പോലും അരുത്, തൊട്ടാൽ മരിക്കും. അപ്പോ സാത്താൻ പറയാ, ഇല്ല, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം. വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്ന ദൈവം പറഞ്ഞത് ഉൽപ്പത്തി 2:17. അതിനെ നേരെ അങ്ങ് ഖണ്ഡിക്കുകയാണ് കല്ല് വെച്ച നുണ പറഞ്ഞ സാത്താൻ. നിങ്ങൾ മരിക്കില്ല. ദൈവം പറഞ്ഞു മരിക്കും, സാത്താൻ പറഞ്ഞു മരിക്കില്ല. സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണെന്ന് പിന്നീട് കർത്താവ് യേശു മിശിഹ പറയും, യോഹന്നാൻ 8:44. ദൈവത്തിന്റെയും അവിടുത്തെ വചനത്തിന്റെയും സത്യസന്ധത നിഷേധിക്കുകയാണ് സാത്താൻ അഥവാ പിശാച്. ഇന്നും അതൊക്കെ തന്നെയാണ് സാത്താനും സാത്താന്റെ ആളുകളും. എന്നിട്ട് സാത്താൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കണ്ണുകൾ, ആ വിലക്കപ്പെട്ട കനി തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. അത് ദൈവത്തിന് ഇഷ്ടമില്ല, ദൈവത്തിന്റെ കുശുമ്പാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും. എന്താണ് അവർ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത്? ഈ വിലക്കപ്പെട്ട കനി തിന്ന് കണ്ണുകൾ തുറന്നപ്പോൾ നഗ്നരാണെന്ന്. എന്നിട്ട് അത്തിയിലകൾ കൊണ്ട് നഗ്നത മറച്ചു പിടിക്കാൻ ഒരു ശ്രമം നടത്തി. ദൈവം കൂടാതെ മനുഷ്യൻ നഗ്നനാണ് എന്ന സത്യം അവർ പിന്നീടാണ് അറിഞ്ഞത്. ദൈവത്തെ കൂടാതെ മനുഷ്യൻ നഗ്നനാണ്. അവന് ആ നഗ്നത മറയ്ക്കാൻ അത്തിയിലകളും തുണിയും ഒക്കെ ഇങ്ങനെ വേണ്ടി വരും. ഇപ്പോ ദൈവത്തെ കൂടാതെ മനുഷ്യൻ നഗ്നനാണെന്ന കാര്യം പോലും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് നഗ്നത കാണിച്ചുകൊണ്ട് നടക്കണേ. ദൈവത്തെ കൂടാതെ മനുഷ്യൻ നഗ്നനാണ്, അത് മറക്കേണ്ടതാണ്, ആ നഗ്നത മറക്കേണ്ടതാണ് എന്ന തിരിച്ചറിവ് പോലും ഇല്ല. അതുകൊണ്ടാണ് നഗ്നത കാണിക്കാൻ വേണ്ടി നടക്കുന്നത്. നന്മയും തിന്മയും അറിഞ്ഞ് സാത്താൻ പറഞ്ഞതാണ്. നന്മയും തിന്മയും അറിഞ്ഞപ്പോൾ തിന്മയിൽ നിന്ന് കരകയറാൻ പറ്റാത്ത വിധം അവരൊരു കയത്തിൽ വീണുപോയി, പാപത്തിന്റെ കയത്തിൽ. അതല്ലേ നന്മയും തിന്മയും അറിഞ്ഞപ്പോൾ സംഭവിച്ചത്? അവർ മാത്രമല്ല, അവരുടെ സന്തതി പരമ്പരകളും ഈ കയത്തിലേക്ക് വീഴുകയായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയാവുന്നത് കൊണ്ടാണ് ദൈവം വിലക്ക് ഏർപ്പെടുത്തിയത്. മക്കൾക്ക് ശിക്ഷണം നൽകാൻ സ്നേഹമുള്ള ഒരു അപ്പൻ തയ്യാറാകും, അല്ലെങ്കിൽ മക്കള് നേരം വണ്ണം വളരില്ല. ഈ ബുദ്ധി പോലും വികസിക്കാൻ ഒരു ഫ്രിക്ഷൻ വേണമെന്നാണ്. ഇപ്പൊ നമുക്ക് എത്ര ബുദ്ധിയുള്ള കുട്ടിയും ജനിച്ചെന്ന് വിചാരിക്കുക, കുട്ടി പറയുന്നതെല്ലാം ചെയ്തു കൊടുത്താൽ ആ കുട്ടിയുടെ ബുദ്ധി വികസിക്കില്ല.
നമ്മൾ ഈ വളരെ ഒരു കല്ലെടുത്ത് അല്ലെങ്കിൽ അരണിമരം എടുത്തിട്ട് രണ്ടെണ്ണം ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ തീ പാറും. അതൊരു ഒരു ഫ്രിക്ഷനിലൂടെയാണ് തീ പാറുന്നത്. ഇതുപോലെ കുട്ടിയുടെ ബുദ്ധി വികസിക്കണമെങ്കിൽ അവന് ചില നിയന്ത്രണങ്ങൾ വേണം, ശിക്ഷണം വേണം, അച്ചടക്കം വേണം. അപ്പോഴാണ് അവന്റെ ആ ബുദ്ധിയുടെ സ്പാർക്ക് ഉണ്ടാകുക. ബുദ്ധിയുടെ സ്പാർക്ക് ഉണ്ടാകുന്ന തരത്തിൽ ചില നിയന്ത്രണങ്ങളും അച്ചടക്കങ്ങളും വേണം. അത് സ്നേഹമുള്ള അപ്പനും അമ്മയും ചെയ്യും. അത് മാതാപിതാക്കൾ കൂടാതെ ടീച്ചർമാരും ചെയ്തിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ മാതാപിതാക്കൾ ചെയ്താൽ മക്കൾ അന്നേരം പോയി തൂങ്ങിച്ചാവും. ടീച്ചർമാർ ചെയ്ത് ഉടനെ കേസ് കൊടുക്കും. അപ്പോ കള്ളും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കള് തകരുകയാണ്. നമ്മൾ എല്ലാ ദിവസവും എന്തുമാത്രം കൊലപാതകങ്ങളാണ് കാണുന്നത് എല്ലാ ദിവസവും നമ്മുടെ നാട്ടില്. എന്തേ കാര്യം? ശിക്ഷണം ഇല്ല, അച്ചടക്കം ഇല്ല. വീട്ടിലും പറ്റില്ല, സ്കൂളിലും പറ്റില്ല. അതിനെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഖനിക്കലായി മതസ്വാതന്ത്ര്യം, മതേതരത്വം, മറ്റത് മറിച്ചത് ഇതെല്ലാം ഖനിക്കലായിട്ട് വരികയാണ്. വിഷം മാത്രം കുത്തിവെക്കുന്ന ഒരു സമുദായം അങ്ങനെയായിട്ട് മാറുകയാണ്. ദൈവം പറയുന്നത് അങ്ങനെയല്ല. ചില വിലക്കുകൾ വേണം, ചില നിയന്ത്രണങ്ങൾ വേണം. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിബോധം നമുക്കുണ്ടാകില്ല. കാരണം എന്താണ്? നമ്മൾ സാത്താനാണ് ശരി എന്നുള്ള മട്ടിലിരിക്കുക. ദൈവം അല്ല ശരി, സാത്താനാണ്. സാത്താൻ പിന്നെയും പറയാണ്, നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവത്തിന് അറിയാം. ദൈവം അസൂയാലുവാണെന്നും സ്വാർത്ഥ ലാഭത്തിൽ മാത്രമേ ദൈവത്തിന് താല്പര്യമുള്ളൂവെന്നും സാത്താൻ വ്യാഖ്യാനിക്കുകയാണ്. തന്റെ വിശേഷ അധികാരങ്ങൾ സംരക്ഷിക്കാനായി ദൈവം ഈ ആദം ഹവ്വ ദമ്പതികളിൽ നിന്ന് ജീവിതത്തിന് ഏറ്റവും മഹത്തായ സംഗതികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, മറച്ചു പിടിച്ചിരിക്കുകയാണ്. അതൊക്കെയാണ് സാത്താൻ എന്ന പ്രലോഭകന്റെ പക്ഷം. താനിത് പറയുന്നത് സ്ത്രീയുടെ സ്നേഹിതനായത് കൊണ്ടാണ് എന്നാണ് സാത്താൻ പറയണേ. ഞാനാണ് നിങ്ങളുടെ സ്നേഹിതൻ സാത്താൻ പറയുക, ദൈവമല്ല. ദൈവം തന്റെ വിശേഷാധികാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി താൻ എന്തോ വലിയവനാണെന്ന് നിലനിർത്താൻ വേണ്ടി, നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി മനഃപൂർവം നിങ്ങൾക്ക് ഇതെല്ലാം നിഷേധിച്ചിരിക്കുക. നിന്റെ സ്ത്രീയോട് പറയാണ് സാത്താൻ, നിന്റെ സ്നേഹിതനായതുകൊണ്ടാണ് ഞാൻ അതൊക്കെ നിന്നോട് പറയണേ. ഈ ദൈവത്തെ പോലെയാകുമെന്നും എന്ന വചനത്തിന് ദേവന്മാരെ പോലെ ആകുമെന്നും പരിഭാഷയാകാം. ഈ ഹീബ്രു ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷ സെപ്തിയന്ത്, ലത്തീൻ പരിഭാഷ വുൾഗാത്ത, അവിടേക്ക് ദേവന്മാരെന്നാണ് തർജ്ജമ. അങ്ങനെ തർജ്ജമയാകാം. ഏത് തർജ്ജമയാണെങ്കിലും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെ. മനുഷ്യർക്കില്ലാത്ത ശക്തിബലങ്ങളും വൈശിഷ്ട്യവും ദൈവത്തിനും ദേവഗണങ്ങൾക്കും ഉണ്ടെന്നും അവയൊക്കെ ദൈവമാണെങ്കിലും ദേവന്മാരാണെങ്കിലും ദേവിമാരാണെങ്കിലും തങ്ങളിൽ നിന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും പിശാച് അഭിപ്രായപ്പെടുന്നു. കാരണം എന്താ? ദൈവത്തിന്റെ കുശുമ്പ്. അതുകൊണ്ടാണ് ദൈവം ഇതെല്ലാം വിലക്കിയിരിക്കുന്നത്. ഇതാണ് സാത്താൻ പറഞ്ഞത്. ആ സാത്താൻ പറഞ്ഞതാണ് സ്ത്രീ വിച്ഛേദിച്ചത്, സ്ത്രീ പറഞ്ഞതാണ് പുരുഷൻ വിച്ഛേദിച്ചത്. അതിലേക്ക് നമുക്ക് പിന്നെ അടുത്ത ആഴ്ചയിൽ നമുക്ക് കടക്കാം. ഇത് വെറും ഒരു പഴയ കഥയാണോ? അല്ലല്ലോ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഈ ദൈവത്തിന്റെ സത്യത്തെ ഖണ്ഡിക്കാൻ, നിരാകരിക്കാൻ ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന അച്ചടക്കം, ശിക്ഷണം, അതിനേക്ക് മറികടന്ന് എല്ലാ തരത്തിലും സകല സുഖ സൗകര്യങ്ങളും സുഖഭോഗങ്ങളും ആസ്വദിക്കാൻ സാത്താൻ, പിശാച് പല രൂപത്തിൽ വന്ന്, പാമ്പിന്റെ രൂപോ, സ്ത്രീയുടെ രൂപോ, പണത്തിന്റെ രൂപോ, പലതരത്തിൽ വന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്. ദൈവം പറയുന്നത് സത്യമാണെന്നും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും ബേസിക് ആയിട്ടുള്ള ആ ഒരു വിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മൾ ആരാണെങ്കിലും ഈ പ്രലോഭനത്തിൽ വീണു പോകും. അങ്ങനെ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ജാഗ്രതയും പ്രാർത്ഥനയും പിന്നെ വചനമനുസരിച്ച് ജീവിക്കാനുള്ള മോഹവും ഒക്കെ നമുക്കുണ്ടാകട്ടെ. അടിസ്ഥാനപരമായി ദൈവത്തെ സംശയിക്കാതിരിക്കാൻ, ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയേ എന്തും ചെയ്യൂ, നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മ ഉണ്ടാകുമെന്നല്ല, നന്മയാണ്. ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു 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 അടിസ്ഥാന ബോധം നമുക്കുണ്ടാകണം. പ്രത്യക്ഷത്തിൽ തിന്മയെന്ന് തോന്നുന്നത് പോലും നന്മയായിട്ടാണ് വരിക. അത് തിരിച്ചറിയാൻ ദൈവം അനന്ത നന്മയാണ്, നമുക്ക് ദോഷമുള്ളത് ചെയ്യില്ല എന്നൊരു അടിസ്ഥാന വിശ്വാസം നമുക്കുണ്ടാകണം. വചനം, തിരുവചനം അത് വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർപ്പാപ്പയെ തഞ്ചത്തിൽ ധിക്കരിക്കാൻ ഉളുപ്പില്ലാത്ത മെത്രാപ്പൊലീത്തമാർ. ഉളുപ്പിന് പോലും നാണമായി തുടങ്ങി. ലേശം ഉളുപ്പ്, സ്വല്പം ഉളുപ്പ് ഇല്ലെങ്കിൽ ഉളുപ്പ് എന്ന് പറഞ്ഞാൽ ലജ്ജ, നാണം, അതില്ലെങ്കിൽ ഈ ഉളുപ്പിന് പോലും നാണമാകും. അതുപോലത്തെ ഒരു അവസ്ഥയാണ് സീറോ മലബാർ സഭയിൽ വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ മെത്രാന്മാരുടെ അനുസരണക്കേട് ദശാബ്ദങ്ങളായി നിശബ്ദമായ ഒരു അക്രമത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഞാനത് വിശദമാക്കാം. അതിനു മുമ്പ് നമുക്ക് റോമാലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 21 മുതലുള്ള വചനങ്ങളൊന്ന് കേൾക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ യുക്തിവിചാരങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ നാൽക്കാലികളുടെയോ ഇടജന്തുക്കളുടെയോ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്നാൽ ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞ് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ പൂജിച്ച് ആരാധിച്ചു. അവിടെ നിന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇതിലൊരു വചനം നമ്മൾ കുറച്ച് വിശദമായിട്ട് പിന്നീട് കാണാം. അതിലേക്ക് ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ റോമാലേഖനം കോട്ട് ചെയ്തത് എന്നതിന് കുറച്ച് പശ്ചാത്തലം പറയേണ്ടതുണ്ട്. ഞാൻ ഉളുപ്പിനെ കുറിച്ച് പറഞ്ഞു. ഒരു മേലധികാരി രേഖാമൂലം നൽകിയ ഒരു ഉത്തരവ് കീഴുദ്യോഗസ്ഥര് സ്ഥിരമായി ലംഘിക്കുന്നത് കാണുമ്പോൾ രോഷം തോന്നുകയോ നടപടി എടുക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ, രോഷം ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുന്നു വേണ്ട, പക്ഷേ അതിലൊരു അസ്വസ്ഥത, അതിന്റെ പേര് നടപടി എടുക്കുക, ഇതൊക്കെ രോഷം ഉണ്ടാകാം, അസ്വസ്ഥത ഉണ്ടാകാം, നടപടി എടുക്കണം, അതൊക്കെയുള്ളതിന്റെ കാര്യം. രേഖാമൂലം ഒരു ഉത്തരവ് കൊടുത്തിട്ട് അതനുസരിച്ചില്ലെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ, മേലധികാരി രേഖാമൂലം കൊടുത്ത ഒരു ഉത്തരവ് അല്ലെങ്കിൽ കൽപ്പന കീഴുദ്യോഗസ്ഥര് സ്ഥിരമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുക, അതിന് നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ ആ മേലധികാരിയുടെ മാനസിക നില പരിശോധിക്കണം. ലേശം ഉളുപ്പ് ഇല്ലെങ്കിൽ ആ മേലധികാരിക്ക് എന്തോ തകരാറുണ്ട്. അദ്ദേഹം നടപടി എടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ തകരാറുണ്ട്. ഈ പാപത്തിൽ ആറാടുന്ന കഠിന പാപികൾ അനുഭവിക്കുന്ന മങ്ങിയ ധാർമ്മിക ബോധം പോലും ദൈവം അവരെ ഈ പെരുമാറ്റ വൈകല്യങ്ങളിലേക്കും ക്രമരഹിതമായ മോഹങ്ങളിലേക്കും വഴിതിരിച്ചുവിടുന്ന ഒരവസ്ഥയായിട്ട് രൂപാന്തരപ്പെടും. അത് ദൈവം നൽകുന്ന ശിക്ഷയുടെ ഒരു രൂപമാണ്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് പരിചയമുള്ളൊരച്ഛൻ, എന്നേക്കാളൊരു 5-8 വയസ്സിന് മൂത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഞങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹം പങ്കുവെച്ചൊരു വിശേഷമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മെത്രാന് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അത് എന്നോട് പറഞ്ഞിട്ടുമില്ല. ഈ മെത്രാൻ ഈ പ്രഗത്ഭനായ അച്ഛനെ തഴഞ്ഞു, അവഗണിച്ചു. അങ്ങനെ ഒരു അച്ഛൻ പ്രത്യേകിച്ചൊരു കുറ്റം ചെയ്തിട്ട് അച്ഛൻ ഓർക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ മെത്രാന് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതിനാൽ അവഗണിക്കപ്പെട്ടു. അങ്ങനെ അവഗണനയും ഈ ഇങ്ങനെ കോർണർ ചെയ്യാന്ന് പറയല്ലോ, അങ്ങനെയെല്ലാം അധികമായപ്പോൾ അദ്ദേഹം രൂപത മാറി, വേറെ രൂപതയിലേക്ക് മാറി. അദ്ദേഹം പിന്നെ നന്നായിട്ട് പഠിച്ചു, വലിയ ഉന്നതമായ പഠനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വലിയ സ്ഥാപനത്തിന് ഡയറക്ടറായി. ആ സ്ഥാപനത്തിൽ ഡയറക്ടർ ആയിരിക്കുമ്പോൾ ആ അച്ഛൻ്റെ ഒരു സഹായം ഈ മുമ്പത്തെ മെത്രാന് ആവശ്യമായി വന്നു. അപ്പോൾ മുമ്പത്തെ മെത്രാൻ
മുമ്പത്തെ രൂപതയിലെ മെത്രാൻ, ആ അച്ഛൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന രൂപതയിലെ മെത്രാൻ ഈ അച്ഛനെ വിളിച്ചു, എനിക്കൊന്ന് കാണണം. അച്ഛൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം പിതാവേ, ഞാൻ അരമനയിൽ വരാം. അങ്ങനെ ഈ അച്ഛൻ അദ്ദേഹത്തിന് മുമ്പത്തെ മെത്രാന്റെ അരമനയിലെത്തി. അപ്പൊ ഈ ചെറിയൊരു ചമ്മലുണ്ട് മുമ്പത്തെ മെത്രാന്. അപ്പൊ അദ്ദേഹം ഒരു ഇങ്ങനെ ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് മെത്രാനച്ഛൻ പറഞ്ഞു, അച്ഛൻ എന്നോട് പരിഭവം ഉണ്ടോ? അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തിന്? അല്ല, ഞാൻ അച്ഛനെ റെക്കമെൻഡ് ചെയ്യാതിരുന്നത് കൊണ്ടല്ല അച്ഛന് വിദേശത്ത് പഠിക്കാൻ പറ്റാതെ പോയത്, അവിടുത്തെ സർവകലാശാലകളിൽ അഡ്മിഷൻ തരാതിരുന്നത് കൊണ്ടാണ്. ഞാൻ അച്ഛനെ റെക്കമെൻഡ് ചെയ്തിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന്, പക്ഷെ വിദേശത്തെ ചില യൂണിവേഴ്സിറ്റികൾ അച്ഛന് അഡ്മിഷൻ തന്നില്ല. അപ്പൊ ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടല്ല. അച്ഛൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, മൗനമായിട്ടിരുന്നു. അപ്പോൾ മെത്രാൻസിന് പിന്നെയും ബോധ്യമായില്ല, ഞാൻ ശ്രമിച്ചതാണെന്നുള്ള കാര്യം ബോധ്യമായില്ല എന്ന് തോന്നിയിട്ട് അച്ഛൻ മെത്രാൻസ് വീണ്ടും പറഞ്ഞു, ഞാൻ അച്ഛനെ കേരളത്തിലെ ചില സെമിനാറുകളിൽ പ്രൊഫസറായിട്ട് റെക്കമെൻഡ് ചെയ്തതാണ്. എന്നാൽ ആ സെമിനാറിലെ അധികാരികൾ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അച്ഛനെ എടുക്കാതിരുന്നത്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യാഞ്ഞിട്ടല്ല. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു, പിതാവേ, എനിക്കതിൽ ഞാൻ പിതാവിന്റെ എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി പിതാവ് റെക്കമെൻഡ് ചെയ്തിട്ട് വിദേശ യൂണിവേഴ്സിറ്റിയോ ആകട്ടെ, കേരളത്തിലെ സെമിനാരികളോ ഏതോ ആകട്ടെ, അവിടെ പിതാവിന്റെ റെക്കമെൻഡേഷൻ എടുത്തില്ലെങ്കിൽ അതിന്റെ നാണക്കേട് എനിക്കാണോ പിതാവിനാണോ? പിതാവിന്റെ വാക്കിന് അവർ വില കൽപ്പിക്കുന്നില്ല എന്നല്ലേ അർത്ഥം? പിതാവ് റെക്കമെൻഡ് ചെയ്ത ഒരാളെ ഏത് യൂണിവേഴ്സിറ്റിയോ എവിടെയാകട്ടെ അത് എടുക്കുന്നില്ലെങ്കിൽ എന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ എനിക്ക് അർഹതയില്ലാത്തതുകൊണ്ടോ യോഗ്യതയില്ലാത്തതുകൊണ്ടോ അതൊക്കെ ആയിരിക്കാം, എങ്കിലും പിതാവിന്റെ റെക്കമെൻഡേഷനെ വില കൽപ്പിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അതിന്റെ നാണക്കേട് പിതാവിനല്ലേ, എനിക്കല്ലല്ലോ. ഇപ്പോ എന്നെ റെക്കമെൻഡ് ചെയ്തോ ഇല്ലെന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് പിതാവ് പറയണേ. എനിക്കെന്ത് നാണക്കേട്? പിതാവിന്റെ വാക്കിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ, പിതാവിന്റെ ശുപാർശയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ പിതാവിനാണ് വിലയില്ലാത്തത്, എനിക്കല്ല. പിതാവാകെ ഞെട്ടിപ്പോയി. ഇത് തീർത്തും സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ അച്ഛനെ അദ്ദേഹം ഡയറക്ടറായിരിക്കുന്ന ആ സ്ഥാപനത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരനോടക്കം പോയി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ചില കാര്യങ്ങൾക്ക് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്തിനാണ് ഞാനിത് പറഞ്ഞു വന്നത്? ഈ മെത്രാന്റെ വില എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? മെത്രാന്റെ വാക്കിന് വില കൽപ്പിക്കാതെ വന്നത് എന്തുകൊണ്ട്? അതിന് ചരിത്രപരമായ ഒരു കാരണം കൂടി ഞാൻ പറയുകയാണ്. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്ന് പുനരുദ്ധരിക്കപ്പെട്ട കുർബാന, പൂർണ്ണ അൾത്താരാഭ്യ കുർബാന ചൊല്ലുകയാണ്. അപ്പൊ അതിനു മുമ്പായി മെത്രാന്മാരുടെ സമിതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇങ്ങനെയാണ്: വി ദ ബിഷപ്സ് ഓഫ് ദ സീറോ മലബാർ ചർച്ച് വി ഹാവ് റിസോൾവ്ഡ് ടു യൂസ് ദ തക്സ ഓഫ് ദ കുർബാന ഇൻ ഇറ്റ്സ് 3 forms: the rasa, that is the most solemn form, the solemn form and the simple form. ഇതാണ് തീരുമാനം. ഏകദേശം ഞാൻ കൃത്യം രേഖ ഞാൻ ഓർമ്മയിൽ നിന്നാണ് പറയണേ. എല്ലാ മെത്രാന്മാരും ഒപ്പുവെച്ചു. പിന്നെ മെത്രാന്മാരെല്ലാവരും ഈ മീറ്റിംഗ് കഴിഞ്ഞ് അതത് രൂപതകളിലേക്ക് പോയി. ഒരു മെത്രാൻ തന്റെ രൂപതയിൽ ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ വികാരി ജനറലച്ഛൻ ചോദിച്ചു, ആ രൂപതയിലെ വികാരി ജനറലച്ഛൻ ചോദിച്ചു, അവസാനം നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അപ്പോൾ ഈ തക്സ നിങ്ങൾ അംഗീകരിച്ചു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മെത്രാൻസ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഈ വികാരി ജനറലച്ഛൻ ചോദിച്ചു, അപ്പൊ ഈ എഴുതിയിരിക്കുന്നതോ വി ഹാവ് റിസോൾവ്ഡ് ടു യൂസ് എ തക്സ. എന്ത് റിസോൾവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ വികാരി ജനറലച്ഛൻ പറഞ്ഞു, സുദൃഢമായി തീരുമാനിച്ചു എന്നാണ് വാക്കിനർത്ഥം. റിസോൾവ്ഡ് എന്ന വാക്കിന് ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെയാണോ? റെസൊല്യൂഷൻ എന്ന നാമത്തിന്റെ അതിന്റെ ക്രിയാരൂപമാണ് റിസോൾവ്ഡ് എന്ന് ഈ മെത്രാൻസിന് അറിയില്ലായിരുന്നു. റിസോൾവ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം ആ മെത്രാനച്ചന് അറിയില്ലായിരുന്നു. അപ്പൊ ആകെ സങ്കടമായി മെത്രാനച്ചന്. അപ്പൊ വികാരി ജനറലച്ഛൻ പറഞ്ഞു, പിതാവേ, നമ്മുടെ അജ്ഞത അത് പുറത്തറിയിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ തീരുമാനിച്ചു, അത് നടപ്പാക്കുകയാണ് നല്ലത്. പ്രയാസമുണ്ടാകാം രൂപതയിൽ, പക്ഷെ നമുക്ക് നടപ്പാക്കാം. അത് പിതാവ് നിങ്ങളെടുത്ത തീരുമാനത്തോട് കൂറ് പുലർത്താൻ ഈ വാക്കിന്റെ അർത്ഥം അറിയാതെയാണ് ഞാൻ ഒപ്പുവെച്ച് എന്നൊക്കെ പറയുന്നത് നാണക്കേടാണ്. മാത്രമല്ല നല്ലൊരു തീരുമാനമാണ്, അതുകൊണ്ട് നടപ്പാക്കുക നല്ലത്. പക്ഷേ മെത്രാൻച്ചൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, വികാരി ജനറലച്ഛനായിട്ട് ഒരല്പം വാക്കേറ്റമായി.
ആ വികാരി ജനറൽസിനെ അവിടെ നിന്ന് മാറ്റി, ആ രൂപത്തിൽ നിന്ന് മാറ്റി. അതായത് ഈ മെത്രാനിസിനോട് ഇത് നടപ്പാക്കുക നല്ലതെന്ന് പറഞ്ഞ വികാരി ജനറൽസിനെ മാറ്റി അവിടെ നിന്ന്. അദ്ദേഹം പിന്നീട് വേറൊരു രൂപത്തിൽ മെത്രാനൊക്കെ ആയി. അതൊക്കെ പോട്ടെ. ഈ മെത്രാനിസ് എന്ത് ചെയ്തെന്നോ, തനിക്ക് തന്റെ അജ്ഞതയ്ക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ തീരുമാനിച്ച കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, മറ്റു കുറച്ച് മെത്രാന്മാരെ സ്വാധീനിച്ച്, അത് ഇച്ചിരി സ്വാധീനമുള്ള മെത്രാനായിരുന്നു, സ്വാധീനിച്ച് പല രൂപതകളിലും ഇത് നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചു. നടപ്പാക്കാൻ ഈ കുർബാന 3 റാസകുർബാനയും ഏറ്റവും ആഘോഷമായ ക്രമമാണ് റാസകുർബാന, പിന്നെ ആഘോഷമായ കുർബാനയും പിന്നെ സാധാരണ കുർബാനയും നടപ്പാക്കാനുള്ള മെത്രാന്മാരെ തീരുമാനം തട്ടിമറിക്കാൻ ഈ മെത്രാൻഷൻ തന്നെ നേതൃത്വം എടുത്തു. അങ്ങനെ 89 മുതൽ ഈ 86 മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്യുന്നു. 89 മുതൽ എല്ലാ രൂപവും നടപ്പാക്കാൻ തീരുമാനിച്ച മെത്രാന്മാരുടെ തീരുമാനത്തെ അട്ടിമറിച്ചു. ഈ മെത്രാന്റെ മെയിനായിട്ട് ഈ മെത്രാൻ പിന്നെ മറ്റു പലരും കൂടെ ചേർന്നു. അങ്ങനെ മെത്രാന്മാർ ഒപ്പിട്ട തീരുമാനത്തെ, ഐക്യകണ്ഠേന തീരുമാനത്തെ, മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത കുർബാനയെ അട്ടിമറിക്കാൻ മെത്രാന്മാരുടെ നേതൃത്വം തന്നെ ശ്രമമുണ്ടായി. മെത്രാന്മാർക്ക് മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ വരുന്നതിന്റെ ആ ഒരു പാസേജാണ് ഞാൻ പറയണേ, ഒരു ഇടവഴി. ഈ അനുസരണം നിശബ്ദമായ അക്രമത്തിലൂടെ സഞ്ചരിക്കുന്ന ഇടവഴി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഇടവഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഈ അനുസരണക്കേട് നിശബ്ദമായ അക്രമത്തിലൂടെ. മാർപ്പാപ്പയെ ധിക്കരിക്കുക, ജോൺ പോൾ രണ്ടാമന്റെ മാർപ്പാപ്പ. പിന്നെ 99 വീണ്ടും മാർപ്പാപ്പ പറഞ്ഞ് 2000 മാർപ്പാപ്പ ഇന്ത്യയിൽ വരികയാണ്. അപ്പോൾ ഇത് നടക്കണം, മഹാജൂബിലി വർഷത്തിലെങ്കിലും താൻ ഉദ്ഘാടനം ചെയ്ത കുർബാന നടക്കണമെന്ന് കരുതിയിട്ട് വത്തിക്കാനിന് പിന്നെയും ആവശ്യപ്പെട്ടു. അങ്ങനെ 99 മെത്രന്മാർ പിന്നെയും തീരുമാനിച്ചു. എന്ത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന, അതായത് മുഴുവൻ പൂർണ്ണ അൾത്താരമഹി കുർബാനയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തത്. അതിനോടാണ് ഇവർക്ക് എതിർപ്പ്. എന്നാൽ സമവായം എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായും അൾത്താരമഹി കുർബാന അർപ്പിച്ചിരുന്ന ആ രൂപതകള് വചനശുശ്രൂഷ ജനങ്ങളിലേക്ക് തിരിയുക, പൂർണ്ണമായും ജനാഭിമുഖ കുർബാന അർപ്പിച്ചിരുന്ന രൂപതകള് അനാഫറക്കി അൾത്താരയിലേക്ക് തിരിയുക. ഇതാണ് സമവായം. അങ്ങനെ തീരുമാനമെടുത്ത് 99. അപ്പോഴും കുറച്ച് രൂപതകൾ അനുസരിച്ചു, മറ്റു രൂപകൾ അനുസരിച്ചില്ല. അങ്ങനെ സംഭവിന്റെ 2021 വീണ്ടും തീരുമാനിച്ചു. അപ്പോൾ സാങ്കേതികമായിട്ട് ഒരു രൂപത ഒഴികെ മറ്റെല്ലാ രൂപതകളും നടപ്പായി. എറണാകുളം, അങ്കമാലി അതിരൂപത ഒഴികെ ബാക്കി എല്ലാ രൂപതകളിലും നടപ്പായി. ഈ 1965 തലശ്ശേരിയിലെ മെത്രാനും വള്ളപ്പള്ളി പിതാവ്, 1967 തൃശ്ശൂര് ആലപ്പാട്ട് മെത്രാനും ഈ ജനാഭിമുഖ കുർബാന പാടില്ല, തെറ്റാണ് എന്ന് എഴുതിയ കാര്യം പോലും ആ രൂപതകളിലെ മെത്രാന്മാർക്കോ അച്ഛന്മാർക്കോ അറിയില്ല. അപ്പൊ ചിന്തിച്ചു നോക്കിയേ അജ്ഞതയുടെ ആഴം. 1965 തലശ്ശേരി രൂപതയിലും 1967 തൃശ്ശൂർ രൂപതയിൽ, അന്നത്തെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാലക്കാടും ഇരിങ്ങാലക്കുട ഉൾപ്പെടെ തൃശ്ശൂർ രൂപതയിലും ജനാഭിമുഖ കുർബാന വിലക്കി അന്നത്തെ മെത്രാന്മാര് സർക്കുലർ ഇറക്കിയിരുന്നു. ഇക്കാര്യം അവിടുത്തെ മെത്രാന്മാർക്കും അറിയില്ല, അച്ഛന്മാർക്കും അറിയില്ല. ജനങ്ങളുടെ കാര്യം പിന്നെ പറയും വേണ്ട. അപ്പൊ ഇങ്ങനെ ഈ അജ്ഞതയുടെയും ധിക്കാരത്തിന്റെയും അനുസരണക്കേടിന്റെയും ഒരു നിശബ്ദ ഇടനാടി സഞ്ചരിച്ച് ഇപ്പോൾ അത് അക്രമത്തിലെത്തിയിരിക്കുകയാണ്. അജ്ഞതയും അനുസരണക്കേടും ധിക്കാരവും ഒരു ഇടനാടിയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ എറണാകുളം, അങ്കമാലി അതിരൂപത്തിലും മറ്റു പലയിടത്തും ഉണ്ടത് ഒരു അക്രമത്തിന്റെ രൂപത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇവരെ അനുസരിപ്പിക്കാനായിട്ട് മെത്രാന്മാർക്ക് കഴിയുന്നില്ല? അവര് തന്നെയാണ് പാപത്തിലായിരുന്നത്. അനുസരണക്കേടെന്ന പാപത്തിലായിരുന്നത് മെത്രാന്മാര് തന്നെയാണ്. ഇപ്പോഴും അവർ അങ്ങനെയുണ്ട് കുറെ പേര്. ഇപ്പോഴും സങ്കടത്തോടെ പറയാണത് ഞാൻ, സങ്കടത്തോടെ. അവരത് തിരുത്താതെ ഈ സഭയിൽ ഐക്യതയുണ്ടാകില്ല. എറണാകുളത്തെ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും അനുസരണക്കേട് നിയന്ത്രിക്കാൻ മെത്രാന്മാർക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്നതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നിങ്ങളിൽ കുറെ പേരെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ലേ? വിമാനത്തിന്റെ ചിറകുകളുടെ അടുത്തിരുന്നിട്ടുണ്ടോ? ഒരു 100,000 സ്ക്രൂ കാണും. ഒരാള് ഒരു സ്ക്രൂ ഒരു ദിവസം അഴിച്ചു വിട്ടാൽ വലിയ അപകടമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. ഓരോ ദിവസം ഓരോ സ്ക്രൂ അഴിച്ചു വിട്ടു നോക്കിയേ, കുറച്ച് കഴിയുമ്പോഴാണ് വലിയ അപകടം വരിക. അപ്പോൾ ഒരു ദിവസം അനുസരണക്കേട് കാണിച്ച വലിയ അപകടം തോന്നില്ല. പിറ്റേ ദിവസം വേറൊരു അനുസരണക്കേട്, പിറ്റേ ദിവസം വേറൊരു അനുസരണക്കേട്. അങ്ങനെ പലപ്പോഴായിട്ട് പല വർഷങ്ങളായിട്ട് ഇങ്ങനെ അനുസരണക്കേട് തുടർന്നാൽ
അത് അനുസരണക്കേടാണ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകും. നമുക്കതേക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ റോമാലേഖനത്തിന്റെ അതിലേക്ക് വരാം. അപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ഇത്രയും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലർ എന്നോട് ചോദിക്കും, അങ്ങനെ ധിക്കാരം കാണിച്ചാൽ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നത് തുടർന്നാൽ മാർപ്പാപ്പയ്ക്ക് നടപടി എടുത്തുകൂടെ, വത്തിക്കാൻ നടപടി എടുത്തുകൂടെ? തീർച്ചയായിട്ടും നടപടി എടുക്കാം. പക്ഷേ ഈ അനുസരണക്കേടിന് പല മുഖങ്ങളുണ്ട്. ഒന്ന് മാർപ്പാപ്പയെ തഞ്ചത്തിൽ ധിക്കരിക്കുകയാണ്. ഇങ്ങനെ ബ്ലേറ്റന്റ് ആയിട്ട് ഇല്ലേ, പ്രകടമായിട്ട് അനുസരിക്കാതിരിക്കുകയല്ല, തഞ്ചത്തില് ഇവിടുത്തെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അനുസരണക്കേട് കാണിക്കുന്നത് ഇവരുടെ മനസ്സിലാണ് അനുസരണക്കേട് വേണ്ടത്, താല്പര്യം. അതിന് മറ്റു പല കാരണങ്ങൾ പറയാണ്. മാർപ്പാപ്പയെ അനുസരിക്കാൻ ഇഷ്ടമില്ലാത്തത് മെത്രന്മാർക്കാണ്. അതിന് അവർ ന്യായം പറയുന്നത് അജപാലനപരമായ പ്രതിസന്ധി, മറ്റത് മറിച്ച് എന്നൊക്കെ അവർ പറയാണ്. അപ്പൊ തഞ്ചത്തിൽ അനുസരിക്കാതിരിക്കാൻ വഴി തേടുന്നത് മെത്രന്മാരാണ്. എല്ലാ മെത്രന്മാരെ അല്ലോട്ടോ ഞാൻ പറയണേ, കുറച്ചു പേരെ. അപ്പോ ഈ തഞ്ചത്തിൽ ധിക്കരിക്കുക എന്നുള്ളൊരു പരിപാടി, അതിന് പറയുന്ന ന്യായങ്ങള് വിഭാഗീയതയുണ്ടാകും, ചിലപ്പോൾ സ്വതന്ത്ര സഭയായിട്ട് പോകും, അങ്ങനെ നൂറായിരം കാര്യങ്ങൾ പറയുന്നു. പക്ഷേ മാർപ്പാപ്പയെ അനുസരിക്കണ്ട എന്ന തീരുമാനം ഇപ്പൊ അനുസരിക്കാതിരിക്കുന്ന മെത്രന്മാരുടെ മനസ്സിലുള്ള ഒരു മനസ്സിലിരിപ്പാണത്. തീർച്ചയായിട്ടും അനുസരണക്കേടിന്റെ ഗൗരവം അനുസരിച്ച് മെത്രന്മാരെ സ്ഥലം മാറ്റാം. അങ്ങനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്, ഇപ്പോഴും ചില ആൾക്കാരൊക്കെ മാറ്റിയിട്ടുണ്ട്. വ്യക്തിപരമായി മെത്രാൻ ഉദ്യോഗത്തിൽ പിരിച്ചുവിടാം, സഭയിൽ നിന്ന് പുറത്താക്കാം. പക്ഷെ അതല്ല ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യുത സഭയിലാകെ അരാജകത്വം ഉണ്ടാകുമോ, അധികാര വ്യവസ്ഥ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ, സഭയിലാകെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പറ്റുമോ? ഏത് സഭയിലെ മെത്രാൻ, ലത്തീൻ സഭയിലെ മെത്രാനാണോ, പൗരത്വ സഭയിലെ മെത്രാനാണോ, സൂയിയൂർ സഭയിലെ മെത്രാനാണോ, പാത്രിയർക്ക സഭയിലെ മെത്രാനാണോ, ഏത് തരത്തിൽ അനുസരണക്കേടാണ്? ഇങ്ങനെ നൂറായിരം കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാർപ്പാപ്പയ്ക്കും വത്തിക്കാൻ നടപടിയെടുക്കാൻ കഴിയുക. എന്നോട് ഒരാള് പറഞ്ഞ കാര്യം എനിക്ക് തമാശയായി തോന്നി. ഇത് സാങ്കേതിക വിദ്യയുടെ കാലമല്ലേ, അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് വത്തിക്കാൻ നടപടി എടുത്തുകൂടെ? എന്തൊരു മണ്ടത്തരമായി പറഞ്ഞേ. സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണോ വത്തിക്കാൻ നടപടി എടുക്കുക? സർക്കാർ നടപടി എടുക്കുന്നത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണോ? സാങ്കേതിക വിപ്ലവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ നടപടി എടുക്കുന്നേ? അപ്പൊ അരാജകത്വം ഉണ്ടാകാതിരിക്കാനും സഭയെ ഭിന്നിപ്പിക്കാതിരിക്കാൻ സംവിധാനം സഭയിലുണ്ട്. എങ്കിലും രണ്ട് കാരണങ്ങളാൽ പ്രശ്നം നിയന്ത്രിക്കാൻ പറ്റാതെ വരാം. ഒന്ന്, വളരെ പ്രശസ്തനും സ്വാധീനമുള്ളവനാണ് മെത്രാപ്പൊലിത്തയോ മെത്രാനൊക്കെ എങ്കിൽ അരാജകത്വമോ വിഭാഗീയത സംഭവിക്കാം. അങ്ങനെയാണ് പണ്ട് സംഭവിച്ചത്. മാർട്ടിൻ ലൂതർ പ്രോട്ടസ്റ്റന്റ് വിപ്ലവം എന്ന് പറഞ്ഞിട്ട് സഭ ഏതാണ്ട് പിളർന്നു. പക്ഷെ എന്നാലും കത്തോലിക്ക സഭ അതിന്റെ നിലപാടിൽ മാറ്റം വരുത്തിയില്ല. പോകേണ്ടവർക്ക് പോകാം, പക്ഷെ സഭയ്ക്ക് നിലപാട് മാറ്റം കഴിയില്ലെന്ന് തീരുമാനമെടുത്തു. പക്ഷെ ആ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് സഭയിൽ വിഭാഗീയത വന്നു, പിളർന്നു പോയി. തിരിച്ചു വരുമായിരിക്കും അവര്. രണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അനുസരിക്കുന്നുവെന്ന നാട്യം പുറത്തേക്കും എന്നാൽ ഉള്ളിൽ ധിക്കാരവുമാണെങ്കിൽ ആ പ്രശ്നം വത്തിക്കാന് കൈകാര്യം ചെയ്യാൻ പരിമിതികളുണ്ട്. ഇവിടെ ഒരു സമാന്തര സഭാ സംവിധാനം സൃഷ്ടിക്കപ്പെടുകയാണെന്ന തിരിച്ചറിവ് വത്തിക്കാനിൽ എത്താനും അതിന് ഗൗരവം തിരിച്ചറിയാനും സമയമെടുക്കും. ദേശരാഷ്ട്രത്തിലുള്ളതുപോലെ സൈന്യവും പോലീസും ഇന്റലിജൻസും CBI-യും മൊസാദയും അതൊന്നും സഭയ്ക്കില്ല. സഭയിലെ മെത്രാന്മാര് നൽകുന്ന റിപ്പോർട്ടൊക്കെ അനുസരിച്ചാണ് വത്തിക്കാന് നടപടികൾ എടുക്കാൻ കഴിയുക. അപ്പൊ അത് അത്ര എളുപ്പമല്ല. ഈ ഒരു ദേശരാഷ്ട്രത്തിനെ പോലെ സംവിധാനങ്ങൾ സഭയ്ക്കില്ല. മാത്രമല്ല, മാർപ്പാപ്പയ്ക്ക് എല്ലാ സഭകളുടെ മേലും സഭാംഗങ്ങളുടെ മേലും പരമാധികാരം ഉണ്ടെങ്കിലും സൂയിയൂർ സഭയുടെ തലവനെതിരെ നടപടിയെടുക്കാൻ പലപ്പോഴും മാർപ്പാപ്പമാരെ അമാന്തിക്കും. ഒന്ന്, ഒരു ഫെഡറൽ സിസ്റ്റം പോലെയാണ് കത്തോലിക്ക സഭയിൽ. സംസ്ഥാനങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട്, കേന്ദ്രത്തിന് ചില അധികാരമുണ്ട്. ഇതുപോലെ ഓരോ സൂയിയൂരി സഭയ്ക്കും അധികാരങ്ങളുണ്ട്. പിന്നെ ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയ്ക്ക് മാർപ്പാപ്പയ്ക്ക് ചില അധികാരങ്ങളുണ്ട്. പരസ്പരം ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല, പൗരത്വ സഭകളുടെ കാര്യത്തിൽ പണ്ട് പാശ്ചാത്യ സഭ ഒരുപാട് കൈകടത്തിയിട്ടുണ്ട്. അതിന്റെ പാവഭാരം അവരിപ്പോഴും പേറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ കൈകടത്തുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കും. പൗരത്വ സഭകളുടെ കാര്യത്തിൽ പാശ്ചാത്യ സഭ മിനിമം ഇടപെടൽ മതി എന്നുള്ളതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതാണ് നമ്മൾ വാദിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മെത്രാന്മാരുടെ ഈ ഏറ്റവും ടോപ്പിലുള്ള മെത്രാന്മാർ ഇതുപോലെ അധപതിക്കും നമ്മൾ കരുതിയില്ലല്ലോ. നമ്മൾ അതുകൊണ്ടാണ് ഈ സ്വയാധികാര സഭയ്ക്ക് വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വിവരമില്ലാത്തവരെ തലപ്പത്ത് വരുമെന്ന് ആരും വിചാരിച്ചില്ല.
പിന്നെ വളരെ ഗൗരവമായ കാര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും വത്തിക്കാൻ നടപടിയെടുക്കും. ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ, മെത്രാന്മാർ ഉൾപ്പെട്ടാൽ, അല്ലെങ്കിൽ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞ പാഷാണ്ഡതയിൽ വീണാൽ, അല്ലെങ്കിൽ ശീഷ്മയിൽ നിബദിച്ചാൽ, അല്ലെങ്കിൽ ശീഷ്മയ്ക്ക് വഴിയൊരുക്കുന്നുവെന്ന് കണ്ടാൽ, പക്ഷെ ഇതൊക്കെ തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർപ്പാപ്പയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിനെയോ പാത്രിയാർക്കസിനോ മെത്രാപ്പോലിത്തിനോ മെത്രാനോ ഒക്കെ മാറ്റാനോ നടപടിയെടുക്കാനോ ഒക്കെ കഴിയും. പക്ഷെ തെളിവുകൾ വേണം. സോഷ്യൽ മീഡിയ നോക്കിയിട്ടും പിന്നെ സാങ്കേതിക വിദ്യ നോക്കിയിട്ടും നടക്കില്ല. വാസ്തവത്തിൽ ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 10-20 മിനിറ്റ് ആയി. പക്ഷെ നിങ്ങൾ കേൾക്കുക, എന്തിനാണ് ഞാൻ ഇത്ര പറഞ്ഞതെന്ന് അറിയാമോ? ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തയും രേഖയിൽ എഴുതി. പലരും അനുസരിക്കുന്നില്ല. പലരും എന്ന് വളരെയധികം പേര് ആ രേഖയിൽ പറഞ്ഞതുപോലെ ആരും അനുസരിക്കുന്നില്ല. ആരും. രാവിലെ ഉണ്ടോ ഷെഡ്യൂൾഡ് കുർബാന? ഉണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും നടപടിയെടുത്തോ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തയും? ഇല്ല. തങ്ങൾ എഴുതിയൊരു രേഖ അത് കീഴിലുള്ള അധികാരികള്, കീഴുദ്യോഗസ്ഥര് അനുസരിക്കുന്നില്ലെങ്കിൽ, നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ, അതിന് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉളുപ്പിന് പോലും ഇവരുടെ കാര്യത്തിൽ നാണം തോന്നി തുടങ്ങി. ഉളുപ്പെന്ന വാക്കിന് ലജ്ജ, നാണം എന്നൊക്കെയാണ്. ആ നാണത്തിന് പോലും നാണമായി തുടങ്ങി. താൻ ഉളുപ്പെന്ന വാക്കിന് അർത്ഥമില്ലാതായി പോയല്ലോ എന്ന് ഉളുപ്പിന് സങ്കടമാണ്. ഞാനൊരു മേലുദ്യോഗസ്ഥൻ വിചാരിക്കുക, ഞാൻ കീഴുദ്യോഗസ്ഥന് ഒരു കൽപ്പന കൊടുത്തു, അതനുസരിക്കുന്നില്ലെങ്കിൽ എനിക്ക് രോഷം തോന്നണം, ദേഷ്യപ്പെട്ടില്ലെങ്കിൽ പോലും നടപടികൾ എടുക്കണം, ഉളുപ്പ് തോന്നണം, എന്തേ അനുസരിക്കാത്തെന്നുള്ള ആ ഒരു ചിന്ത എന്നെ അലട്ടണം. ഇതൊന്നുമില്ലെങ്കിൽ അവരുടെ മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലേ? അതല്ലേ ശരി? ഇതേ രേഖയിൽ ബേമ വേണം എന്ന് എഴുതിയിട്ടുണ്ട്. ബേമ വേണം. അത് എടുത്തു മാറ്റാനായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന കൂരി അംഗ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആര്? ബേമ വേണമെന്ന് എഴുതിയ ആളുകൾ തന്നെ. സഭയിലെ ഏറ്റവും ഉന്നതര്, കൂരിയാലെ ഏറ്റവും ഉന്നതരായ വികാരി ജനറാളെയോ പ്രോട്ടോസെഞ്ചലസിനൊക്കെ ഉപയോഗിച്ച് ബേമ വേണമെന്ന് എഴുതിയത് പാടെ ധിക്കരിച്ചുകൊണ്ട് ബേമ എടുത്തു മാറ്റാൻ, ബേമ ഉള്ള സ്ഥലത്ത് എടുത്തു മാറ്റാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവരും കൂരിയായിലിരിക്കുന്നവർക്കും മനസാക്ഷിയിൽ ഒരു പ്രശ്നമുണ്ട്, അവരുടെ മാനസിക നിലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. തങ്ങൾ തന്നെ എഴുതി ഒപ്പിട്ട് പ്രസിദ്ധപ്പെടുത്തിയ രേഖ അത് ധിക്കരിക്കാൻ അവർ തന്നെ ഒത്താശ ചെയ്ത് കൊടുക്കുമ്പോൾ അവരിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. സീറോ മലബാർ സഭയിൽ മാത്രമല്ല, ലത്തീൻ സഭയിലും ബേമ വേണം. നിങ്ങൾ ലത്തീൻ സഭയുടെ മിസൽ എടുക്കുക, മിസൽ എന്ന് വെച്ചാൽ തക്സ എടുത്തു നോക്കുക. അതില് ജനറൽ ഇൻസ്ട്രക്ഷൻ ഓഫ് റോമൻ മിസൽ 309 വായിക്കാം. The dignity of the word of God requires that the church has a place that is suitable for the proclamation of the word, and toward which the attention of the whole congregation of the faithful naturally turns during the liturgy of the word. It is appropriate that this place be ordinarily a stationary ambo and not simply a movable lectern. വചന ശുശ്രൂഷയുടെ അന്തസ് പാലിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം വേണം. അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റാവുന്ന പ്രസംഗപീഠമല്ല. അവിടെ ആംബോ, ബേമ വേണം. അവിടെ വായനകള്, പ്രസംഗം, പിന്നെ ഈ വിശ്വാസികളുടെ കാറോസൂസ പ്രാർത്ഥന, ഇത് ചൊല്ലേണ്ടത് അവിടെയാണ്. അവിടേക്ക് ഈ വായനക്കാരും അവരുമല്ലാതെ മറ്റാരും പ്രവേശിക്കാനും പാടില്ല എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ലത്തീൻ സഭയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലത്തീൻ സഭയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളരെ ചുരുക്കം സ്ഥലത്താണ് നമ്മുടെ നാട്ടില് ലത്തീൻ കുർബാനയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കുർബാന ആരംഭിക്കുന്ന ബലിപീഠത്തിലല്ല. വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ആംബോ എന്ന് പറഞ്ഞ ബേമയിലാണ്, ലത്തീൻ സഭയിൽ. അപ്പൊ നമ്മുടെ സീറോ മലബാർ പൗരസ്ത്യ സഭയാവുമ്പം ലത്തീൻ സഭയെക്കാളും ബേമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ആ ബേമ എടുത്തു മാറ്റാനായിട്ട് ഈ പ്രോട്ടോസിഞ്ചലിസോ അല്ലെങ്കിൽ വികാരി ജനറാളോ തയ്യാറാവുകയും അതിനെതിരെ യാതൊരു നടപടിയും എടുക്കാതെ വികാരി മെത്രാപ്പോലീത്തയും പിന്നെ മേജർ ആർച്ച് ബിഷപ്പും ഇങ്ങനെ മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ
സഭാബോധത്തെയും പാപബോധത്തെയും വളരെ ഗൗരവത്തോടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വചന ശുശ്രൂഷയും അനാഫയും തമ്മിൽ അന്തരം കർത്താവ് തന്നെ നൽകിയിട്ടുണ്ട്. ആചാരമാണെന്ന് പറഞ്ഞിട്ട് ന്യായം പറയരുത്. കർത്താവ് എമ്മാവസിലേക്ക് പോകുന്നത് ഉത്ഥാനം ചെയ്ത അന്ന് തന്നെയാണ്. വചന ശുശ്രൂഷ നടത്തിയത് വഴിയിൽ വെച്ചാണ്, നടന്ന്. അനാഫറ വീടിനകത്ത് വെച്ചാണ് എമ്മാവസില്. വചന ശുശ്രൂഷ വഴിയിൽ വെച്ചാണ്. വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അനാഫറയിൽ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞു. ഉത്ഥാനം ചെയ്ത ദിവസം വചന ശുശ്രൂഷയും അനാഫറയും നടത്തി കുർബാന ചൊല്ലിയവനാണ് കർത്താവ്. അതിന്റെ അന്തരം കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ തിരുവചനങ്ങൾക്കോ മാർപ്പാപ്പയുടെ കൽപ്പനകൾക്കോ വില കൽപ്പിക്കാതെ അതെല്ലാം വേസ്റ്റ് ബോക്സിൽ തട്ടുന്ന മെത്രാന്മാരും വിമത വൈദികരും ഈ സെൻസ് ഓഫ് ദ സീക്രട്ട്, പരിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ഒരു ബോധം, അത് നഷ്ടപ്പെടുക മാത്രമല്ല സംഭവിച്ചിരിക്കുന്നവർക്ക്. അതിനേക്കാളേറെ ആചാരവും കൂതാശയും തമ്മിലുള്ള അന്തരം അവർക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തില് അവരുടെ മനസാക്ഷി പിശാചിന് അടിയറവിച്ചിരിക്കുകയാണ്. ഇത് എറണാകുളത്തെ മാത്രം പ്രശ്നമൊന്നുമല്ല. മറ്റ് പല രൂപതകളിലും ലിറ്റർജി തോന്നിയതുപോലെയാണ്. സാങ്കേതികമായി ഏകീകൃത രൂപം വന്നു എന്നല്ലാതെ മെത്രാന്മാര് തന്നെ നേതൃത്വം കൊടുക്കുന്നത് പല തരത്തിൽ തോന്നിയാസങ്ങൾക്കാണ്. അതിനാ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് അവരെത്ര വർഷങ്ങളായിട്ട് മാർപ്പാപ്പയെ ധിക്കരിക്കുക, തങ്ങൾ സ്വന്തം തീരുമാനത്തെ അവര് തന്നെ ധിക്കരിക്കുക. അങ്ങനെ ഈ അനുസരണക്കേട് ഒരു ഇടനാഴിയിലൂടെ സഞ്ചരിച്ച്, ധിക്കാരം ഒരു ഇടനാഴിയിൽ സഞ്ചരിച്ച്, ഇപ്പോൾ അക്രമവും മാത്രമല്ല അതിനപ്പുറത്ത് പാപബോധം, ഈ സെൻസ് ഓഫ് ദ സീക്രട്ട്, പവിത്രതയെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം പിശാചിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സങ്കടത്തോടു കൂടിയാണ് പറയണേ. ഇതൊന്ന് വ്യക്തമാക്കാനാണ് ഞാൻ റോമാലേഖനത്തിലേക്ക് കൈ ചൂണ്ടിയത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങൾ യുക്തിവിചാരങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇത് ആചാരമല്ലേ, ഇത് 21-ാം നൂറ്റാണ്ടല്ലേ എന്നെല്ലാം യുക്തിവിചാരങ്ങളിലെ വിശ്വാസത്തെ വ്യർത്ഥമാക്കിയവര്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവര് മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ നാൽക്കാലികളുടെയോ ഇടജന്തുക്കളുടെയോ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇതുകൊണ്ടാണ് ഓണക്കുർബാന, വിഷുക്കുർബാന, പിന്നെ ഹിജാബ് കുർബാന, മുസ്ലിം കുർബാന ഇതൊക്കെ ചൊല്ലുന്നില്ലേ? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവര് മാറ്റിക്കളയുകയാണ്. അതുകൊണ്ട് 24-ാം വാക്യം, 1:24 റോമലേഖനം, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ഇതൊരു ഭയങ്കര വചന. അത് ദൈവം പാപത്തിനുള്ള ശിക്ഷ ചരിത്രത്തിന് അന്ത്യം വരെ പിടിച്ചു വെക്കുകയല്ല, അന്ത്യവിധിയും തനത് വിധിയും അല്ല, ചരിത്രത്തിനുള്ളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം 81:12, സ്ലീഹന്മാർ നടപടി 7:42. ദൈവവിചാരമില്ലായ്മയ്ക്ക് ദൈവശിക്ഷയുണ്ട്. ദൈവശിക്ഷയുണ്ട്. ജ്ഞാനം 11, 15, 16. എസക്കിയേൽ 23, 28, 30. വിവിധ തരത്തിലുള്ള വിഗ്രഹാരാധനയാണ് അധാർമികതയുടെ ഉറവിടം. വിവിധ തരത്തിലുള്ള അധാർമികത, ഭാരതീയ പൂജ, ഇന്ത്യൻ മാസ്, ചെറിയ പൂജ, സ്വാഹ എന്ന് പറയുന്ന നിലത്തിരുന്നുള്ള പൂജ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിഷുപൂജ, ഓണക്കുർബാന, പിന്നെ മുസ്ലിം തൊപ്പി വെച്ചുള്ള കുർബാന, ഇതൊക്കെ വിഗ്രഹാരാധനയാണ്. അതാണ് അധാർമികതയുടെ ഉറവിടം. പ്രതിമകൾ ആരാധിക്കുന്ന മാത്രമല്ല വിഗ്രഹാരാധന. ഏകസത്യ ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തിനെ പ്രതിഷ്ഠിച്ചാലും അത് വിഗ്രഹാരാധനയാണ്. ഏറ്റവും വലിയ നുണയാണത്. ജ്ഞാനം 14, 22, 31. അതിൽ പിന്തിരിയാത്തവർ വഴങ്ങാത്ത പ്രകൃതക്കാരാണ്. അങ്ങനെയുള്ള പാപികളെ പാപത്തിൽ തുടരാൻ അനുവദിക്കുന്നത്
ദൈവത്തിന്റെ കഠിനമായ ശിക്ഷകളിൽ ഒന്നാണ്. ഞാൻ ഒന്ന് ആവർത്തിക്കാതെ, വഴങ്ങാത്ത പ്രകൃതക്കാരെ, അങ്ങനെയുള്ള പാപത്തിൽ ആറാടി നിൽക്കുന്ന പാപികളെ പാപത്തിൽ തുടരാൻ അനുവദിക്കുന്നത് ദൈവത്തിന്റെ കഠിനമായ ശിക്ഷകളിൽ ഒന്നാണ്. പാപികളെ പശ്ചാത്താപത്തിലേക്ക് മാനസാന്തരത്തിൽ നയിക്കുന്ന കൃപകള് അവർ തിരസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു, വർഷങ്ങളായിട്ട്, ദശകങ്ങളായിട്ട്. അതിന്റെ ഫലമോ പാപത്തിൽ ആറാടുന്ന കഠിന പാപികൾ അനുഭവിക്കുന്ന മങ്ങിയ ധാർമ്മിക ബോധം പോലും, നിർജീവമായ തീക്ഷ്ണത പോലും പെരുമാറ്റ വൈകല്യങ്ങളായും ക്രമരഹിത മോഹങ്ങളായും രൂപാന്തരപ്പെടും. അത് ദൈവം നൽകുന്ന ശിക്ഷയുടെ വിവിധ രൂപങ്ങളാണ്. കാരണം ഏകസത്യ ദൈവത്തെ അംഗീകരിക്കാനോ അവന്റെ സത്യത്തെ തിരിച്ചറിയാനോ അവർ ശ്രമിക്കുന്നില്ല. പരിണത ഫലം ദൈവം അവരെ പാപത്തിനങ്ങ് വിട്ടുകൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് ദൈവം അവരെ കൈവിടുന്നു. അതൊരു മാരകമായ അവസ്ഥയാണ്. ഇത്തരം ഏറ്റവും വലിയ നുണയില് ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഏകസത്യ ദൈവമായ യാഹ്വയുടെ അന്തസ്സ് പാലിക്കാതെ കുർബാനിയെ തോന്നിയ പോലെ കാട്ടിക്കൂട്ടുന്നവര് വഴങ്ങാത്ത പ്രകൃതക്കാരാണ്. അവരുടെ മാനസിക നില തകരാറിലാണ്. അതിനാൽ അവരെ ആ മാനസിക നില തകരാറായ അവസ്ഥയില് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ അവരുടെ ഭ്രാന്ത്, പാപത്തിന്റെ ഭ്രാന്തിന് കർത്താവ് വിട്ടുകൊടുക്കുകയാണ്. അവർ വിട്ടുകൊടുക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചത് അവരുടെ മാനസിക നില പരിശോധിക്കണമെന്ന്. ഇങ്ങനെയൊരു നിലപാട് തൽക്കാലത്തേക്ക് വത്തിക്കാനും എടുത്തിരിക്കുക. നിങ്ങളായി നിങ്ങളുടെ പാടായി. അത് ഒരു ശിക്ഷയാണ്, ഒരു ശിക്ഷാരീതിയാണ്, ദൈവം നടപ്പാക്കിയ ശിക്ഷാരീതി. പക്ഷേ ഇവിടെ നമ്മുടെ കാര്യത്തിൽ പ്രസാദാത്മകമായ ഒരു കാര്യമുണ്ട്. സീറോ മലബാർ സഭയുടെ ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന നേതാക്കന്മാര് ശീഷ്മയിലാണെന്ന കാര്യം സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതാണ് പ്രസാദാത്മക കാര്യം. സീറോ മലബാർ സഭയുടെ ഏറ്റവും ടോപ്പിലുള്ളവര് ശീഷ്മയിലാണ്. ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ സത്യം തിരിച്ചറിയാൻ പറ്റാത്ത വിധം പാപത്തിൽ ഇങ്ങനെ ആറാടി നിന്നിട്ട്, അനുസരണക്കേടിൽ ഇങ്ങനെ ആറാടി നിന്നിട്ട് അതിന്റെ പാപത്തിന്റെ ഒരു ഭ്രാന്തിലേക്ക് വീണിരിക്കുകയാണെന്നുള്ള കാര്യം സത്യവിശ്വാസികൾക്കറിയാം. അതുകൊണ്ട് ആ ശീഷ്മയില്, ആ പാപത്തിൽ വീഴാൻ സത്യവിശ്വാസികൾ തയ്യാറല്ല. അത് വലിയൊരു ആശ്വാസമാണ്. അത് വത്തിക്കാനും അറിയാം. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രസാദാത്മകമായ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് പോസിറ്റീവായിട്ട്. ഈ മാർട്ടിൻ ലൂതറെ പോലെ ഈ സഭയെ വിഭാഗീയത ഉണ്ടാക്കി പോകാനായിട്ടുള്ള ആ കൂട്ടത്തിൽ സീറോ മലബാർ സഭയിലെ സത്യവിശ്വാസികൾ ആരും തന്നെയില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രസാദാത്മക കാര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ തിരിച്ചറിവിലേക്ക് നയിക്കാൻ, ഇത് ആരെങ്കിലും കേൾക്കുക കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ തിരിച്ചറിവിന്റെ ഇത് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ കർത്താവ് എന്നെ കുറ്റപ്പെടുത്തും. ഇത് പറയാൻ വേണ്ടി കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ബന്ധപ്പെട്ടവർ കേട്ടാൽ, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഈ ദൈവത്തിന്റെ കൃപയിലേക്ക് തിരിച്ചു വരാം. ഇല്ലെങ്കിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് കർത്താവ് അവരെ കൈവിടും. അത് ചെറിയ കാര്യമായിട്ട് കരുതരുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.